മാനസികമായി തകർക്കപ്പെട്ടാണ് ഉമ്മൻചാണ്ടി ഈ ലോകത്തു നിന്നും വിട പറഞ്ഞതെന്നും ഇനി അങ്ങനെയൊരു മരണം ഉണ്ടാകല്ലേ എന്നാണ് തന്റെ പ്രാർത്ഥനയെന്നും മറിയാമ്മ ഉമ്മൻ. കോവളം ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മറിയാമ്മ ഉമ്മൻ. ഒരു പ്രത്യേക സംസ്കാരം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഓരോ മലയാളിയുടെ എത്ര പ്രിയപ്പെട്ട മലയാളിയുടെ മുഖം അന്ന് കണ്ടാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് അപ്പം ഞാൻ എന്തുമാർ ദുഃഖിച്ചിപ്പോഴും ഓരോന്ന് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു ദുഃഖം കടന്നു വരുന്നുണ്ട്. എങ്കിലും അത് ശരിയല്ല. അതിൽ ഊർജ്ജമായിട്ട് കൈക്കൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ പകരം നിങ്ങളെല്ലാവരും വരുന്നുണ്ട്. 1000 ഉമ്മൻചാണ്ടിമാർ 14 ജില്ലകളിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മലയാളിയുടെ സംസ്കാരം ഒന്ന് വേറെയാണ്, അവർ കച്ചൊന്ന് വേറെ. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കാനും രാഷ്ട്രീയക്കാരിയൊന്നും അല്ല, നിങ്ങൾക്കറിയാമല്ലോ. ഹൃദയത്തോട് സംസാരിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം നിങ്ങൾ ഇത്രയും പേരോട് വന്നതില്ല. ഈ 2 വർഷം കഴിഞ്ഞ ശേഷവും ഇനി ഒരുപാട് അനുസ്മരണ യോഗങ്ങൾ നടക്കുന്നു, ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിലേറെ ഉമ്മൻചാണ്ടി ആത്മാവ് സന്തോഷിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാവിൽ ജീവിക്കുന്ന ഉമ്മൻചാണ്ടിയുടെയും ആത്മാവിൽ ജീവിക്കുന്നതിൻ്റെയും ഭാര്യയും ഭർത്താവും ഒന്നാണെന്നാണ്. പിന്നെ ആത്മാവിന് മരണമില്ല. നിങ്ങളുമായിട്ട് എൻ്റെ സ്നേഹം പങ്കുവെച്ചുകൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇതെല്ലാം കണ്ട് സന്തോഷിക്കുകയാണ്. നമുക്ക് ഈ സ്നേഹബന്ധം, കൂട്ടായ്മ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും അത്രമാത്രം കരുണയാണ് ആ ഹൃദയത്തിനെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. എവിടെ ചെന്നാലും ശ്രീ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട പരിപാടികളാണ്. അത് നിലയ്ക്കാത്ത നിലയിൽ കേരളം മുഴുവൻ നടക്കുകയാണ്. സാധുക്കളായ പാവപ്പെട്ട ആളുകൾക്കുള്ള സഹായം, അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, നിർദ്ധരായ ജനങ്ങളെ സഹായിക്കുന്ന പരിപാടികൾ, ഇതെല്ലാം ഇന്ന് കാര്യമായ നിലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സാധാരണഗതിയിൽ ഒരു നേതാവ് മരിച്ചാൽ, ഒരു മുൻ മുഖ്യമന്ത്രി മരിച്ചാൽ കിട്ടുന്നതിനപ്പുറം അദ്ദേഹത്തിന് കിട്ടുന്ന ഈ ആദരവ് ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയുടെ ഏറ്റവും വലിയ തെളിവാണ്. ഉമ്മൻചാണ്ടി പാവപ്പെട്ടവരോട് ഏറ്റവും കൂടുതൽ കരുണ കാണിച്ച ഒരു ജനനേതാവായിരുന്നു, ഒരു ഭരണാധികാരിയായിരുന്നു. ഇവിടെ പ്രിയപ്പെട്ട ശ്രീ വിൻസെൻ്റ് ചൂണ്ടിക്കാണിച്ച പോലെ രാവെന്നും പകലെന്നുമില്ലാതെ ആർക്ക് സമീപിക്കാൻ കഴിയുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അത്രമാത്രം കരുണയുള്ള ഒരു നേതാവായിരുന്നു. പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ആര് ചെന്നാലും അതിൽ രാഷ്ട്രീയമോ മറ്റു ഒന്നും നോക്കാതെ അവരെ സഹായിക്കാനുള്ള മാർഗം കണ്ടെത്തുന്ന ഒരു പ്രവർത്തന ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ചിലപ്പോൾ അസാധ്യമായ കാര്യമാണെങ്കിലും അദ്ദേഹം ശ്രമിച്ച് ചിലപ്പോഴത് നടക്കും. അപ്പോൾ അങ്ങനെയുള്ള ജനങ്ങളെ സഹായിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവും ഭരണാധികാരിയുമായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോഴും ജനങ്ങൾ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പരിപാടികൾ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്നും ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജനസമ്പർക്ക പരിപാടി, വാസ്തവത്തിൽ കേരളത്തിൽ ആദ്യം ജനസമ്പർക്ക പരിപാടി ആരംഭിച്ച ശ്രീ കെ കരുണാകരനാണ്. അന്നത്തെ ആ പദ്ധതിയുടെ പേര് സ്പീഡ് പ്രോഗ്രാം എന്നായിരുന്നു. ഞാൻ അന്ന് 87 അദ്ദേഹത്തോടൊപ്പം മന്ത്രിസഭയിലുണ്ടായിരുന്ന ആളാണ്. അന്ന് കേരളത്തിലെ സ്പീഡ് പ്രോഗ്രാം കളക്ട്രേറ്റിൽ വെച്ചാണ്. കളക്ട്രേറ്റിലെ റൂമിൽ മുഖ്യമന്ത്രി ഇരിക്കും, വരിവരിയായ ആളുകൾ വന്ന് പരാതി കൊടുക്കും, അതിൽ തീരുമാനമെടുക്കും. പക്ഷേ ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടി ലക്ഷങ്ങളാണ് പങ്കെടുത്തത്. കോടികളുടെ സഹായധനം അവിടെ കൊടുക്കും. പാവപ്പെട്ട ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി വരുന്ന ഒരാളിനെയും നിരാശപ്പെടുത്തിയിട്ടില്ല. പല പദ്ധതികൾക്കും അനുവാദം കൊടുക്കാൻ കഴിയാതെ വരുന്നത് കാലഹരണപ്പെട്ട പല നിയമങ്ങളും ചട്ടങ്ങളുമാണ്. ആ നിയമങ്ങളും ചട്ടങ്ങളും ഉള്ളത് കൊണ്ട് ആളുകൾക്ക് സഹായം എത്തിക്കാൻ കഴിയാതെ വരും. അങ്ങനെ വരുമ്പോൾ ഒരു ക്യാബിനറ്റിൽ ഉമ്മൻചാണ്ടി വന്നത് ഈ ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞിട്ടാണ്.
വന്നിട്ട് നിലനിൽക്കുന്ന പഴയ ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള ചട്ടങ്ങളും നിയമങ്ങളും പരിഷ്കരിക്കാനുള്ള ഒരു പ്രപ്പോസലുമായിട്ടാണ് വരുന്നത്. അത് ക്യാബിനറ്റ് അന്ന് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ചീഫ് സെക്രട്ടറി അത് പരിശോധിച്ച് അടുത്ത ക്യാബിനറ്റിൽ കൊണ്ടുവന്നു. കാലഹരണപ്പെട്ടതാണ് പലതും. ഇതൊക്കെ എന്നേ കളയേണ്ടതാണ്. അപ്പോൾ ജനങ്ങൾക്ക് സഹായം നൽകുന്ന കാര്യത്തിൽ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ തടസ്സമായി നിന്നിട്ടുള്ള ചട്ടങ്ങളും നിയമങ്ങളും മാറ്റാൻ തീരുമാനിച്ചു. ചിലത് നിയമസഭയിൽ കൊണ്ടുവന്നു, ചിലത് മുഖ്യമന്ത്രിക്ക് തന്നെ ഓർഡർ ഇടാം, ക്യാബിനറ്റിന് ഓർഡർ ഇടാം. അങ്ങനെ ഞങ്ങളതെല്ലാം മാറ്റി. ഇന്നും PRDയിൽ നടക്കിയ ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. അന്ന് ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞ് ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് പ്രവർത്തിക്കാൻ തടസ്സം നിൽക്കുന്ന നിയമങ്ങൾ മാറ്റി, ചട്ടങ്ങൾ മാറ്റി, അതെല്ലാം കൂടി ഒരു ബുക്കായി നമ്മൾ ഇറക്കിയുണ്ടായി. അപ്പോൾ ഒരു ഭരണാധികാരി എങ്ങനെ പ്രവർത്തിക്കണം, ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ നിലകൊള്ളണം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീ ഉമ്മൻചാണ്ടി. ഞാൻ ഈ രണ്ട് മുഖ്യമന്ത്രിമാരുടെ കൂടെ മന്ത്രിയായിരിക്കാൻ ലീഡറോടൊപ്പം ഉമ്മൻചാണ്ടിയോട് രണ്ടുപേർക്കും വലിയ സാമ്യമുള്ള ആളുകളാണ്. ജനങ്ങളുടെ പ്രശ്നം വന്നാൽ നിയമവും ചട്ടമൊന്നും പ്രശ്നമല്ല, അത് നടപ്പാക്കുക എന്നുള്ളതാണ്. അത് എനിക്കൊരു അനുഭവം കൂടി ഞാൻ പറയാം. ഞാൻ കോട്ടയത്ത് പാർലമെൻറ്റ് മെമ്പറായിരിക്കുന്ന കാലത്ത് അവിടെ ചാക്കപ്പൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു പാർട്ടി പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ഒരു സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു. ഒരു ചെക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ശിക്ഷിച്ചു. ഞാൻ അന്ന് മുഖ്യമന്ത്രി ശ്രീ K. കരുണാകരനെ കണ്ട് അവരുടെ ഒരു അപേക്ഷ കൊടുത്തു. സാധാരണ ഒരിക്കലും ശിക്ഷിച്ച ആളിനെ മുഖ്യമന്ത്രിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, 1967 ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്ത ഒരാളിനെ ഇളവ് ചെയ്തൊരു സംഭവം ഉണ്ട്, അതിൻ്റെ ഫയൽ എടുപ്പിക്കാം. ചടങ്ങിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായ വിതരണം നടത്തി. കരകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫ്രീഡ സൈമൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. M. വിൻസെന്റ് MLA, R. ശിവകുമാർ, കോളിയൂർ ദിവാകരൻ, പുഷ്പം സൈമൺ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.